ഹരേ കൃഷ്ണ. ലങ്കയുടെ ഉത്ഭവ കഥയാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത്. രാവണൻ്റെ രാജധാനിയാണ് ലങ്ക. ത്രികുട പർവ്വതത്തിൻ്റെ മുകളിലായിട്ടാണ് ലങ്കാ നഗരി സ്ഥിതി ചെയ്യുന്നത്. മഹാമേരുവിൻ്റെ ശിഖരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ ത്രികുട പർവ്വതം വാസുകിയും വായുഭഗവാനും തമ്മിലുള്ള മത്സരത്തിൽ അടർന്നു സമുദ്രത്തിൽ വീണുവത്രേ. ത്രികുട പർവ്വതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു കഥ ഇതാണ്. പണ്ടൊരിക്കൽ വാസുകിയും വായുഭഗവാനും തമ്മിൽ ഒരു തർക്കമുണ്ടായി. വായുവിനേക്കാൾ വലിയവൻ താനാണെന്ന് വാസുകിയും വാസുകിയേക്കാൾ ബലം തനിക്കാണ് ഉള്ളതെന്ന് വായുഭഗവാനും വാദിച്ചു. തർക്കം മൂത്തപ്പോൾ തങ്ങളുടെ ബലം പ്രകടിപ്പിക്കുവാൻ തന്നെ അവർ തീരുമാനിച്ചു. വാസുകി മഹാമേരുവിനെ ചുറ്റിപ്പിണഞ്ഞു കിടന്നു. വായു ശക്തിയായി വീശി. പൊടി പടർത്ത ലോകം മുഴുവൻ അദൃശ്യമായി. പരിഭ്രാന്തരായി തീർന്ന ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണു ഉടനെ തന്നെ വാസുകിയുടെ അടുത്തെത്തി പറഞ്ഞു, വാസുകി, മഹാമേരു പർവ്വതത്തെ മോചിപ്പിക്കുക. അല്ലാത്ത പക്ഷം വായുഭഗവാൻ അടങ്ങുകയില്ല. വായുഭഗവാന്റെ കോപത്താൽ ലോകം അദൃശ്യമായി ഇരിക്കുകയാണ്. മഹാവിഷ്ണുവിൻ്റെ വാക്ക് കേട്ട് വാസുകി ഒരു ചുറ്റഴിച്ചു. ആ അവസരം പാഴാക്കാതെ വായുഭഗവാൻ ശക്തിയായി വീശി. അതുമൂലം മഹാമേരുവിൻ്റെ ഒരു ശിഖരം അടർത്തിയെടുത്ത് തെക്കോട്ട് അടിച്ചു പറത്തി. അത് ചെന്ന് സമുദ്രത്തിൽ വീണു. അങ്ങനെയാണ് ത്രികുട പർവ്വതത്തിൻ്റെ ഉത്ഭവം. ഒരിക്കൽ വിശ്രവസിൻ്റെ മകനായ കുബേരൻ തനിക്ക് വസിക്കുവാൻ ഒരു നഗരമുണ്ടാക്കി തരണമെന്ന് അപേക്ഷിച്ചു. അതനുസരിച്ച് ദക്ഷിണ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ വിശ്വകർമാവിനെ കൊണ്ടൊരു പുരി നിർമ്മിപ്പിച്ചു. അതിനു ലങ്ക എന്ന് പേരിട്ടു. അവിടെ ചെന്ന് വസിച്ചു കൊള്ളുവാൻ വിശ്രവസ് കുബേരനെ ഉപദേശിച്ചു. കുബേരൻ ലങ്കാപുരിയിൽ താമസം തുടങ്ങി. യഥാർത്ഥത്തിൽ വിശ്വകർമാവ് ഇന്ദ്രനു വേണ്ടി നിർമ്മിച്ചതായിരുന്നു ലങ്ക. എന്നാൽ രാക്ഷസരെ ഭയന്ന് ദേവേന്ദ്രൻ അവിടെ വന്നിരുന്നില്ല. അതിനാൽ വിശ്വകർമാവ് ലങ്കാപുരിയെ മാല്യവാനും സുമാലിക്കും മാലിക്കുമായി കൊടുത്തു. ഈ 3 രാക്ഷസന്മാർ ലങ്കയിൽ വസിച്ചുകൊണ്ട് സകലരെയും ആക്രമിച്ചു വന്നു. ഈ അവസരത്തിൽ നർമ്മദ എന്ന ഗന്ധർവ സ്ത്രീക്ക് സുന്ദരി, കേതുമതി, വസുധ എന്നിങ്ങനെ 3 പുത്രിമാർ ജനിച്ചു. ഈ കന്യകകളെ ലങ്കാധിപന്മാരായ 3 പേരും വിവാഹം കഴിച്ചു. ഇവരിൽ നിന്നും ധാരാളം പുത്രന്മാരും പുത്രികളുമുണ്ടായി. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കിൽ അടുത്ത ഭാഗത്ത്.